ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പിന്നെ നിങ്ങൾക്ക് അറിയാമോ ഞാൻ എവിടെയാണ്? ഇതെന്റെ കെ പി ഇതെന്റെ അമ്മാച്ചന്റെ വീടാണ്. പിന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും ഇതെന്റെ ബ്രദർ കിച്ചു ആണ്. പിന്നെ നമ്മൾ ഇവിടെ എല്ലാ സമയം മഴ ഉണ്ടായപ്പോ ഇവിടേക്ക് പൈപ്പൊക്കെ ഫിറ്റ് ആവുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളെ വീടിന് അടുത്തോറെ പൈപ്പുണ്ട്. പിന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മൾ ഓരോ വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. പേപ്പർ ബോട്ടഡ് ബട്ട് ഇറ്റ് ഫെയിൽഡ്. പിന്നെ നമ്മൾ അത് കാണിക്കാം. പക്ഷെ അത് എവിടെ നിന്നാണ് ഷൂട്ട് ചെയ്ത് എവിടെ നിന്നാണ് ചെയ്തത് നമ്മൾ കാണിച്ചു തരാം. ഇവിടെ നിന്നാണ് ചെയ്തത്. ഇവിടെ നല്ല വെള്ളമൊക്കെ പോകുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ വെയിലായപ്പോ ഡ്രൈ ആയി. പിന്നെ ഒരു കാര്യം കാണിച്ചു തരാം ഗൈസ്. ഇതൊക്കെ എന്തുകൊണ്ട് പിന്നെ ഇതായപ്പോ ചളി വെള്ളമൊക്കെ ഡ്രൈ ആയിപ്പോയി. പിന്നെ ഇതൊക്കെ ഡ്രൈ ആയപ്പോ ഇങ്ങനെ എനിക്കുണ്ടാവുക ഗൈസ്. പിന്നെ ഇതൊക്കെ ഇങ്ങനെ ആയപ്പോ ഒരു സൺലൈറ്റ് ആവുമ്പോ ഇങ്ങനെ അങ്ങ് ഡ്രൈ ആവും. ഇവിടെ വലിയ പഠിപ്പിന്നോട്ട് നമുക്ക് ചോദിക്കാം ഗൈസ്. അയ്യോ ഗൈസ്, ഇത് 2-3 ആഴ്ചയായി മഴ പെയ്തോണ്ടിരുന്നോണ്ട് ഇതായതാണ്. ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാല് നമ്മൾ എന്താ പറയുക, ചളിയെല്ലാം ഉണ്ടാവും. ചളിയായിരിക്കും ഇവിടെ ഗൈസ്. അതുകൊണ്ട് നമ്മൾക്ക് ഇങ്ങനെ പേപ്പർ ബോട്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ക്ഷമിക്കണം. ഇവിടെ നമ്മൾക്ക് കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ മണ്ണ്, നമ്മൾ ബീച്ചിലാണ് പോയി കഴിഞ്ഞാൽ മണ്ണ് പോലെ ഉണ്ടാവും. അങ്ങനെ തന്നെ അത് ഈ വെയിലിനെ കൊണ്ടാണ്ട് വെയിൽ നല്ലോണം ഇത് തന്നു കഴിഞ്ഞാൽ ഇതുണ്ടാവും. അതുകൊണ്ട് ഉണ്ടാവും. ഓക്കെ ഗൈസ്, അതിന് നിങ്ങൾക്ക് കൊടുക്കാം. പിന്നെ അതുകൊണ്ടാണ് ഗൈസ് ഇവൻ ഇവിടെ നിൽക്കുന്നത്. അവിടെ നിന്ന് നിർത്തുന്ന കാണിച്ചോട്ടെ. ഇപ്പൊ ഇതൊന്നും ചളി വന്നാവില്ല, ഇവൻ മുങ്ങി പോകുന്നില്ല. പിന്നെ ഇവിടെ പൈപ്പൊക്കെ ഫിറ്റ് ആവുമ്പോ ഇവിടെ പൈപ്പ് ഫിറ്റ് ആവില്ല. എന്തുകൊണ്ട് ഇതൊക്കെ പൊളിച്ചെടുത്തിട്ടായിരിക്കും അവിടെ അവരുടെ. പിന്നെ അങ്ങനെയാണ് ഗൈസ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.